ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഒരു വഴുതനങ്ങ കൊണ്ടുള്ളൊരു മസാല കറിയാണ് കാണിക്കുന്നത്. ഇതൊരു ഹൈദരാബാദി സ്പെഷ്യൽ മസാല കറിയാണ്. ഇതിന് അവിടെ ഹൈദരാബാദിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണ്. എന്താ പറയുക, മസാല ബൈങ്കൺ അല്ലെങ്കിൽ ബഗാരെ ബൈങ്കൺ എന്ന് പറയും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അത് ചോറിൻ്റെ കൂടിയും അതുപോലെ തന്നെ ബിരിയാണിൻ്റെ കൂടിയും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും. ചപ്പാത്തിയുടെ കൂടിയും എല്ലാം, പുലാവിൻ്റെ കൂടെ, അങ്ങനെ എല്ലാവരുടെ കൂടി ഇത് സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് ഡിഷാണിത്. ഇതെനിക്കൊരു റിക്വസ്റ്റ് വന്നിരുന്നു ബഗാര ബൈങ്കൺ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ചാണ് കുറച്ചൊരു പുളിയും പിന്നെ എരിവും ഒക്കെ ഉള്ള ഒരു കറിയാണത്. പൊതുവെ ഹൈദരാബാദി ഡിഷസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പൈസി ആയിരിക്കും. അപ്പോൾ സ്പൈസി ലെവൽ നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറയ്ക്കാം. അപ്പോൾ ഞാനൊരു സാധാരണ രീതിയിലുള്ള, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. വേണ്ടിയിട്ട് ഞാനൊരു 1/4 കിലോ ഉണ്ടവഴുതനങ്ങ, ഇതുപോലത്തുള്ള ഒരു ഉണ്ടവഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ വഴുതനങ്ങയാണ് ഇതിന് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് 2 തരത്തിൽ കട്ട് ചെയ്യാം. ഒന്ന് ഈ സ്റ്റോക്ക്, ഈ ഞെട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് ഇവിടുന്ന് ഇത് ഒരു കട്ട് കൊടുക്കുക, പിന്നെ ഈ സൈഡിൽ നിന്ന് ഒരു കട്ട് കൊടുക്കുക, അങ്ങനെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ഈ സ്റ്റോക്ക് ഇവിടെ തന്നെ നിർത്തിയിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്യാം. അപ്പം ഞാൻ അതുപോലെയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഒരു വഴുതനങ്ങ എടുക്കുക, ഇതിൻ്റെ ഹാഫ് ഇതുവരെ കട്ട് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങോട്ടാവാൻ പാടില്ല. പിന്നെ അത് മുഴുവൻ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. ഒരു ഹാഫ് വരെ കട്ട് ചെയ്യുക 2 സൈഡിലും. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചതിൻ്റെ ശേഷമാണ് അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പുളിങ്ങയാണ്. പുളിങ്ങ ഈ ചെറിയൊരു ഇതുപോലെ ഒരു വലുപ്പത്തിൽ, ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ്. ഇത് നമുക്ക് ഇനി കുതിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇത് എന്താ പറയുക, പുളി പേസ്റ്റ് ആണെങ്കിൽ ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂണ് പുളിയുടെ പേസ്റ്റ് മതിയാവും. പേസ്റ്റായിട്ടും നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാനൊക്കെ കിട്ടുമല്ലോ, അങ്ങനെയാണ് എടുക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഇതുപോലെ എടുത്താൽ മതി. പിന്നെ നമ്മൾ നോക്കുക, പുളി നമുക്ക് വേണ്ടത് ചേർത്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ വഴിയെ കാണിക്കാം. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചെടുക്കണം. ഈ വഴുതനങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടും വറുത്തെടുക്കാം. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഓയിൽ ഞാൻ ഒഴിക്കുന്നില്ല. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ അതിന് മാത്രമുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ കറി എന്ന് പറഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ള കറിയാണ്. ഓയിൽ ഉണ്ടെങ്കിലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ വഴുതനങ്ങ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ 250 ഗ്രാം വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു 3/4 ഭാഗം കുക്കാവുന്നവരെ ഇതങ്ങോട്ട് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കും വേണം. അപ്പോൾ അത് നന്നായിട്ട് കുക്കാവുകയും ചെയ്യും, ഒരുവിധം നന്നായിട്ട് കുക്കാവുകയും ചെയ്യും. അപ്പോൾ വഴുതനങ്ങ നമ്മൾ കഴുകിയിട്ട് തുടയ്ക്കണം നന്നായിട്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഒക്കെ കൂടി നമ്മുടെ മുഖത്തേക്ക് പൊട്ടിത്തെറിക്കും. അപ്പോൾ തുടച്ചതിൻ്റെ ശേഷം കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. എന്നിട്ട് ഇതിലത്തെ എണ്ണ മാറ്റിയിട്ട് ഇതിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ ഇതിലേക്ക് വീണ്ടും ഒഴിച്ചാൽ മതി. സെയിം എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. ആ പേസ്റ്റിനുള്ള സാധനങ്ങൾ ഞാൻ ഓരോന്നായിട്ട് പറയാം കേട്ടോ. ഇതിൽ 2 ടേബിൾ സ്പൂണ് നിലക്കടല, പിന്നെ 1 ഉണക്കമുളക്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് നാളികേരം. എൻ്റെ കയ്യിൽ ഇവിടെ നാളികേര പൊടിയുള്ള കാരണം ഞാൻ അതാ ചേർത്ത്. നിങ്ങളുടെ കയ്യിൽ പച്ചനാളികേരം അല്ലെങ്കിൽ കൊപ്ര ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂണ്. പിന്നെ 1 ടീസ്പൂണ് കസ്കസ്, അതായത് പോപ്പി സീഡ്സ് എന്ന് പറയില്ലേ, അത്. പിന്നെ 1 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകം, അതായത് നല്ല ജീരകം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി, അതായത് ഒരു ചെറിയ നുള്ള് ഉലുവ. ഉലുവ കൂടി പോരുത് കേട്ടോ, കറി മൊത്തം കഴിച്ചു പോവും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഒരു ചെറിയ നുള്ളേണ ഉലുവ പാടുള്ളൂ, അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി. പിന്നെ 1 ടീസ്പൂൺ ഉണക്കമല്ലി,
1 ടേബിൾ സ്പൂണ് വെളുത്ത എള്ള്, കറുത്ത എള്ള് യൂസ് ചെയ്യരുത് കേട്ടോ, കഴിച്ചു പോവും. അപ്പോൾ വെളുത്ത എള്ള് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഉലുവ എണ്ണയിൽ മൂക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉലുവ ആദ്യം ഇട്ടാലും മതി, അപ്പോൾ അത് ശരിക്കും മൂത്ത് കിട്ടും. ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് കളർ മാറണം. അതിൻ്റെ പീനട്ട്സിൻ്റെ, അതായത് നിലക്കടലയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. ഇത് 1 ടീസ്പൂണ് എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. ഇത് കളറ് മാറി വരുന്നുണ്ട്. ഇത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിൻ്റെ റോ ടേസ്റ്റൊക്കെ പോയി. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കുക. ഇതിൽ തന്നെ ചൂടാറാൻ വെച്ചാൽ മതി. അപ്പോൾ ഇതൊന്നും കൂടി നന്നായിട്ട് മൂത്ത് കിട്ടും. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഞാൻ പേസ്റ്റൊക്കെ അരച്ച് വെച്ചു. ഇനി ആ കടായി തന്നെ നമുക്ക് വീണ്ടും ചൂടാക്കിയിട്ട്, കടായി കഴുകൊന്നും വേണ്ട, അതിൽ തന്നെ വീണ്ടും ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ വഴുതനങ്ങ വറുത്ത് വെച്ച എണ്ണ ബാക്കി എടുത്ത് വെച്ചിട്ടില്ലേ, ആ സെയിം എണ്ണ തന്നെയാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർക്കാം. 1/2 ടീസ്പൂണ് മതിയാവും. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വഴനയില, അതായത് ബേ ലീഫ് 2 ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. പിന്നെ പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഞാൻ അങ്ങനെ നെടുകെ പൊട്ടിച്ചിട്ടാണ്, കാരണം എന്നാൽ അതിൻ്റെ ഫ്ലേവർ കിട്ടും ചെയ്യും, എരിവ് ഉണ്ടാവില്ല. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ ഒന്ന് വഴറ്റുക. ഇതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള, വല്ലാതെ വലിയ സവാള വേണ്ട കേട്ടോ, ഒരു മീഡിയം സൈസ് സവാള മതിയാവും. ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തു, അല്ലെങ്കിൽ ഒന്ന് പേസ്റ്റ് ആക്കിയതാണത്. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണക്ക് വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, അപ്പോൾ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടി കൂടരുത് കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി മല്ലി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. അപ്പോൾ പിന്നെ 1/2 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. ഒരു 1/4 ടീസ്പൂണ്, അതായത് ഒരു 2 നുള്ള് ജീരകപ്പൊടി. ഇത് ജീരകം ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചതാണ്. ഒരു പണിയില്ല, 5 മിനിറ്റേ വേണ്ടു. കുറച്ച് ജീരകം എടുത്ത് ചൂടാക്കുക, എന്നിട്ട് വറുത്ത് പൊടിക്കുക. അത് കേട് വരാതിരിക്കാൻ ലേശം ഉപ്പ് ചേർത്തിട്ടാണ് വറുത്ത് പൊടിച്ചാൽ മതി. പിന്നെ അത് കേട് വരില്ല, അതായത് കുറേ കാലം ഫ്രഷ് ആയിട്ടിരിക്കും. അതൊരു ടിപ്പാണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇതെല്ലാം കൂടിയിട്ട് പച്ചമണം മാറണം. ഒന്ന് നന്നായിട്ട് ഇത് അങ്ങോട്ട് വഴറ്റുക. ജീരകപ്പൊടി ഒന്നും കൂടണ്ട കേട്ടോ, 1/4 ടീസ്പൂണ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിക്കുക, എന്നിട്ട് ചേർക്കുക. അപ്പോൾ നമുക്ക് കറിക്കൊക്കെ ഒരു കൊഴുപ്പൊക്കെ കിട്ടി, അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ തക്കാളി മതി, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ്. വലിയ തക്കാളി വേണ്ട. പിന്നെ കുറേ പുളിയുള്ള തക്കാളി ആണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മളിതിൽ പുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആണ് ചേർക്കാം. പുളി കൂടി പോകാൻ പാടില്ലല്ലോ. പിന്നെ ഇതൊന്ന് വഴന്നിട്ട് ഇത് എണ്ണ തെളിയണം. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ അരച്ച പേസ്റ്റ് അങ്ങോട്ട് ചേർക്കാം. ഈ അരച്ച പേസ്റ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതും ചേർത്തിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞോട്ടെ. നമുക്ക് പേസ്റ്റ് കണ്ടിട്ട് അയ്യോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കണ്ട കേട്ടോ, നല്ല എളുപ്പം ഉണ്ടാക്കാം. ഇപ്പോൾ വഴുതനങ്ങയൊക്കെ കുക്കായിരിക്കണം. ഇനിയിപ്പോൾ ജസ്റ്റ് ഈ മസാല ഒന്ന് അതിലിട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക വേണ്ടു. അപ്പോൾ അതങ്ങോട്ട് മസാല ഒന്ന് പിടിക്കുക വേണ്ടു. ഈ എണ്ണ ഒന്ന് തെളിഞ്ഞോട്ടെ. അപ്പോൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ പുളിവെള്ളം ലാസ്റ്റ് അങ്ങോട്ട് ചേർക്കണം. അപ്പോൾ പുളി നോക്കുക കേട്ടോ, കാരണം ഒരു തക്കാളി, ചെറിയൊരു തക്കാളി നമ്മൾ ചേർത്തതല്ലേ, അപ്പോൾ അതിനനുസരിച്ച്. ഇപ്പോൾ പേസ്റ്റ് ആണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്താൽ മതിയോ. വെള്ളമാണെങ്കിൽ ചെറിയൊരു
നാരങ്ങ വലിപ്പം നമ്മൾ അതിനനുസരിച്ച് ചേർക്കണം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ വല്ലാതെ ഗ്രേവി ആയിട്ടല്ല ഉണ്ടാവുക, കുറച്ച് പിന്നെ കുറുകിയ പരുവത്തിലാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് ഈ വഴുതനങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഉപ്പൊക്കെ നോക്കുക, നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിത് അടച്ചു വെക്കാം. ഈ മസാല വഴുതനങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. എന്നിട്ട് ഇതിൻ്റെ മീതെ എണ്ണ തെളിയണം. ആ എണ്ണ തെളിഞ്ഞാലാണ് ആ കറിയുടെ ടേസ്റ്റ്. അതിൻ്റെ മസാല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ബിരിയാണിയുടെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. ഹൈദരാബാദിലൊക്കെ ഇത് അങ്ങനെയാണ് അവരൊക്കെ യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്ക് തുറന്ന് നോക്കാം. വാവ്, നല്ല സൂപ്പറായിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ അത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഈ ലാസ്റ്റ് നമുക്കിതിലേക്ക് ഈ പുളി ചേർത്ത കാരണം പുളി ഒന്ന് ക്രമീകരിക്കാൻ ചെറിയൊരു കഷ്ണം മതി ശർക്കര ചേർക്കാം. ചെറിയ കഷ്ണം, കുറേയൊന്നും ആവരുത് കേട്ടോ. ചെറിയൊരു കഷ്ണം ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പുളി ചേർത്ത കാരണം പുളിയും മധുരവും കൂട്ടിയിട്ട് ഒരു കോമ്പിനേഷൻ ഉണ്ട്, നല്ലൊരു ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് പുളി ചേർക്കാൻ തീരെ ഇഷ്ടമല്ലെങ്കിൽ മധുരം ചേർക്കാൻ തീരെ ഇഷ്ടമല്ലെങ്കിൽ മധുരം ചേർക്കണ്ട, കുഴപ്പമില്ല. നമുക്ക് അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില വിതറാം. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് വിതറി കൊടുക്കാം. അപ്പം നമ്മുടെ ഹൈദരാബാദി ബഗാര ബൈങ്കണൊക്കെ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. നമുക്ക് വേറൊരു ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.